നമസ്കാരം, എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ SCT ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഒരു സ്കൂൾ അധ്യയന വർഷം, അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളുടെ പഠനവും അധ്യയന വർഷവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യമേ തന്നെ പാഠങ്ങൾ, ഓരോ പോർഷൻസ് ഒക്കെ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പഠിക്കുന്നതിന് എല്ലാ ദിവസവും ഒരു കൃത്യസമയം ഒരേപോലെ വേർതിരിക്കുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ടൈം ഫിക്സ് ചെയ്യുക, എന്നിട്ട് എല്ലാ ദിവസവും ആ സമയം തന്നെ പഠിക്കുക. ഇപ്പോൾ 6 തൊട്ട് 8 വരെയാണ്, അല്ലെങ്കിൽ 6 തൊട്ട് 10 വരെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അത് എല്ലാ ദിവസവും ആ സമയം പഠിക്കുന്നതിന് വേണ്ടി മാത്രം തന്നെ കണ്ടെത്തുക. അല്ലാതെ ഒരു ദിവസം 6 മണിക്ക് പഠിക്കുന്നു, ഒരു ദിവസം 7 മണിക്ക് പഠിക്കുന്നു, വീണ്ടും 6 മണിക്ക് പഠിക്കുന്നു, പിന്നെ 8 മണിക്ക് പഠിക്കുന്നു. അങ്ങനെ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരേ റൂട്ടീനായിട്ട് റെഗുലറായിട്ട് നമ്മൾ ഒരു തുടർച്ച 2 ആഴ്ചയോളം മുന്നോട്ട് ആ ഒരു ടൈം ടേബിൾ പാലിച്ചു പോവുകയാണെങ്കിൽ അത് നമ്മളിൽ ഒരു ഹാബിറ്റ് പോലെ ഫോം ചെയ്യും. പിന്നെ നമുക്ക് അതിനകത്ത് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാം കൂട്ടി കൊണ്ടുവരുന്നതിനും നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുന്നതിന് സാധിക്കും എന്നുള്ള വസ്തുത നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. അതോടൊപ്പം പാരൻസ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, പല പാരൻസും കുട്ടികളെ എപ്പോഴും പടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനവും സാഹചര്യങ്ങളൊക്കെ ഒരുക്കണം. പക്ഷെ കൂടുതലായിട്ട് അവരെ ഫോഴ്സ് ചെയ്യുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് 12 വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ട് ഫോഴ്സ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. പകരം അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ റാഷണലി അതിന്റെ കോൺസിക്വൻസും അഡ്വാൻറ്റേജസും പറയാൻ വേണ്ടിയിട്ടും പറഞ്ഞു കൊടുക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. ആവർത്തിച്ച് അവരോട് പറയുന്നത് കൊണ്ട് കൂടുതൽ റിസൾട്ട് ഉണ്ടാവുന്നതായിട്ട് കാണുന്നില്ല എന്ന് മാത്രമല്ല, ഈ പാരൻസും കുട്ടികളും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ ഒരു അകൽച്ച വരുന്നതായിട്ടാണ് പലപ്പോഴും കാണുന്നത്. അപ്പൊ അത് പ്രത്യേകം പാരൻസ് ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒരു റൂട്ടീൻ, പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ, ഉറങ്ങുന്ന കാര്യത്തിൽ, ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന കാര്യത്തിൽ. അവ നമ്മളെ ഒരു ശരീരത്തിന്റെ ഒരു വ്യക്തിയുടെ ബേസിക് ഫങ്ഷൻസ് ആണ് എന്ന് തിരിച്ചറിഞ്ഞ് എല്ലാ ദിവസവും പാലിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഒരു രാവിലെ 6 മണിക്ക് മുന്നേ എഴുന്നേൽക്കുക, രാത്രി ഉറങ്ങുന്നത് ഒരു 10-നും 11 മണിക്കും ഇടയ്ക്ക് ഉറങ്ങുക. ഇപ്പോഴത്തെ ജനറേഷൻസ് ഒക്കെ കൂടുതലും വളരെ ലേറ്റായിട്ട് ഉറങ്ങുകയും അതുപോലെ തന്നെ ലേറ്റായിട്ട് ഉറക്കെഴുന്നേൽക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അത് കഴിവതും ഒഴിവാക്കി ഒരു റൂട്ടീൻ കുറെ കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ പലരും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഫുഡ് കഴിക്കുന്നുണ്ട്, രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു 8-8:30 തന്നെ കഴിക്കുക. ഉച്ചയ്ക്ക് ഒരു 1-നും 2-നും ഇടയ്ക്ക് ലഞ്ച് കഴിക്കുക. രാത്രി ഒരു 7-7:30 ആണ് ബെസ്റ്റ് ആയിട്ടുള്ള ടൈമായിട്ട് പൊതുവിൽ പറയുന്നത്. അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി, ഒരു എക്സർസൈസ് നമുക്ക് അത്യാവശ്യമാണ്. ശാരീരികമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി അത്യാവശ്യമാണ്. പലരും കൂടുതലും ഓൺലൈനായിട്ടും അതുപോലെ തന്നെ പഠന സമയത്തിന് ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഫിസിക്കലി എൻഗേജ്ഡ് ആയിട്ടുള്ള ഓഫ്ലൈൻ ആയിട്ടുള്ള ആക്ടിവിറ്റികൾ വളരെ അത്യാവശ്യമാണ്. ഡയറക്റ്റ് ആയിട്ടുള്ള ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻസ്, കോൺവെർസേഷൻസ്, അതൊക്കെ തന്നെ അവരുടെ ലൈഫ് കുറെ കൂടെ എഫക്റ്റീവും പ്രൊഡക്റ്റീവും ആക്കും എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുറെ കൂടെ റിസൾട്ട് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. എപ്പോഴും പാരൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും എപ്പോഴും ഓർത്തിരിക്കുക, നമുക്ക് അക്കാഡമിക് അച്ചീവ്മെന്റ് വേണം, അതിന് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി കുറെ കൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനകത്ത് വളരെയേറെ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്ന അല്ലെങ്കിൽ കോളേജിൽ പോകുന്നതിനകത്ത് അക്കാഡമിക് അച്ചീവ്മെന്റിനേക്കാൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോഷ്യലൈസേഷൻ. മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, നമ്മുടെ ഒരു വാല്യൂ, പ്രയോറിറ്റി, ഒരു എത്തിക്സ്, മൊറാലിറ്റി, ഇവയൊക്കെ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ മറ്റൊരാളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ സിമ്പതറ്റിക് ആയിട്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇടപെടാനും നല്ല ഒരു ബിഹേവിയർ ഉള്ള ക്യാരക്ടർ ഉള്ള വ്യക്തികളായി മാറുകയും ചെയ്യുമ്പോൾ അത് ആ ഇൻഡിവിജ്വൽ ലൈഫിനെ ലോങ് ടേം ആയിട്ട് ഹെൽപ്പ് ചെയ്യും, ആ സൊസൈറ്റിയും ഇമ്മീഡിയറ്റ് ആയിട്ട് ബെനിഫിഷ്യൽ ആക്കി മാറ്റും എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് ഇയർ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.